യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ കൊൽക്കത്തയിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ സർക്കാരിനെതിരെ മാർച്ച് നടത്തി. അതേസമയം ആർജിക്കർ ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങൾ സൈബർ പോലീസ് CBIക്ക് കൈമാറി. കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെതിരെ CBI അഴിമതി കേസ് രജിസ്റ്റർ ചെയ്തു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, കൊൽക്കത്തയിലെ ഡോക്ടറുടെ കൊലപാതകത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് അരങ്ങേറുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ CBIക്ക് CCTV ദൃശ്യങ്ങൾ സൈബർ പോലീസ് കൈമാറിയിട്ടുമുണ്ട്. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? ധോണി, കൊൽക്കത്തയിൽ ആർജിക്കർ ആശുപത്രിയിൽ ഡോക്ടർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട ദിവസങ്ങളായി ശക്തമായ പ്രതിഷേധം കൊൽക്കത്തയിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അരങ്ങേറുകയാണ്. ഇന്നും കൊൽക്കത്തയിൽ ബംഗാളിലെ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള BJPയുടെ ഭാഗത്തുനിന്നും വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തുനിന്നും ശക്തമായ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. അത് കൊൽക്കത്തയിൽ ആർജിക്കർ ആശുപത്രിക്ക് മുൻപിലേക്കും ഒപ്പം കൊൽക്കത്തയിൽ ബംഗാൾ സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് സ്ഥിതി ചെയ്യുന്ന പ്രവർത്തിക്കുന്ന സ്വാസ്ഥ്യ ഭവന് മുൻപിലേക്കുമാണ് ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ അരങ്ങേറിയത്. ശക്തമായ പ്രതിഷേധം. മമതാ സർക്കാർ ഈ വിഷയത്തിൽ ഗുരുതരമായ വീഴ്ചകൾ കാണിച്ചു, അല്ലെങ്കിൽ കുറ്റകരമായ അനാസ്ഥ പോലീസ് സംവിധാനത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നാരോപിച്ചുകൊണ്ടാണ് ഇത്രയധികം ശക്തമായ പ്രതിഷേധം കൊൽക്കത്തയിൽ നടക്കുന്നത്. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം പുരോഗമിക്കുകയാണ്. CBI ആർജിക്കർ ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ഒപ്പം മുൻ പ്രിൻസിപ്പൽ ഉൾപ്പെടെ കോളേജിലെ ഈ മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ്, കൂടാതെ കേസ് ആദ്യം അന്വേഷിച്ച പോലീസ് സംഘത്തിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 30-ലധികം പേരെ ഇതിനോടകം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തൽസ്ഥിതി റിപ്പോർട്ട് ബംഗാൾ പോലീസ് സുപ്രീം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ മെഡിക്കൽ കോളേജിൽ നടന്നിട്ടുള്ള അനധികൃത പണമിടപാടുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ CBI അന്വേഷണം നടത്തുകയാണ്. മുൻ പ്രിൻസിപ്പലിനെ ഉൾപ്പെടെ പ്രതി ചേർത്തുകൊണ്ടാണ് ഈ കോളേജുമായി ബന്ധപ്പെട്ട അനധികൃത പണമിടപാടുമായി ബന്ധപ്പെട്ട വിഷയം CBI അന്വേഷിക്കുന്നത്. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.